എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. 2 കിലോ ചിക്കൻ വെച്ചിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം പേര് കണ്ടു നോക്കിയിട്ടില്ല. കണ്ടു നോക്കാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ കുറച്ച് ഹാർഡാണ്, അതായത് നല്ല മുറ്റിയ ചിക്കനാണ്. അപ്പോൾ ഇത് നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രഷർ കുക്കറിലിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 2-3 പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില കുക്കറിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. കുക്കറിൽ കറിവേപ്പില ഇടുന്നത് കുറച്ച് റിസ്ക്കിയാണ്. ചിലപ്പം അത് വാൽവിൽ വന്ന് അടഞ്ഞിരുന്നിട്ട് പ്രഷർ പോകാതെ ഇരിക്കും. അങ്ങനെയുള്ളവർ ചെയ്യണ്ട. നമ്മൾ പിന്നെ ഇതിലേക്കൊരു നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ നീരാണ്. നാരങ്ങ നീര് നമ്മൾ ചിക്കനിലേക്ക് വേവിക്കുമ്പോൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിയില്ലാതെ തന്നെ നമ്മൾ ആ ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും തന്നെ വെക്കണമെന്നില്ല. ചിക്കനിൽ ധാരാളം വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മളിത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഹാർഡായിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കാതെ സാധാരണ മസാല തയ്യാറാക്കിയിട്ട് പച്ചയ്ക്ക് ചിക്കൻ ഇട്ടിട്ട് കറി ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 6 സവാള നീളത്തിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 150 ഗ്രാം, ഏകദേശം 1 കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 2.5 മുറി ഇഞ്ചി, 6 പച്ചമുളക്, പിന്നെ 3 തക്കാളി, പിന്നെ കറിവേപ്പില ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും കൂടെ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് അരക്കരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അധികം അങ്ങ് എരിവില്ലാത്ത പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. നമ്മളിത് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളൊരു വലിയൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. നമ്മൾ ചിക്കൻ കറി വീട്ടിലുണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കാറുണ്ട്. പൊട്ടിക്കാത്തവർക്ക് ചേർക്കണമെന്നില്ല. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് ആദ്യം തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ചെറിയ ഉള്ളി നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം മുഴുവനായിട്ടും ചെറിയ ഉള്ളിയിൽ ചെയ്താൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ 2 കിലോ ചിക്കനാണ് ഈ ഇത്രയും സവാള എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഇപ്പോൾ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കും. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ചേർക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു കളറും ചിക്കൻ കറിക്ക് കിട്ടും. നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ഒരേ അളവിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ പൊടി ചെറു തീയിലിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ചിക്കൻ കറിക്ക് കിട്ടുന്നതാണ്. നമ്മളിവിടെ എണ്ണ ഒഴിക്കാതെ ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ പൊടി പച്ചക്കിനി സവാളയിൽ ചേർത്തിട്ട് വഴട്ടുകയാണെന്നുണ്ടെങ്കിൽ പച്ചമണം മാറാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് ചേർക്കുന്നത്. അതവിടെ മൂക്കുന്ന സമയം കൊണ്ട് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല പഴുത്ത തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു ഞായറാഴ്ച ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്ത ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മുടെ വാവയും വന്നിട്ടുണ്ട്. വാവ ഇപ്പം തറയിൽ വെക്കാൻ പറ്റാത്തൊരു പരുവമാണ്, നടക്കില്ല. അതുപോലെ തന്നെ ഇഴഞ്ഞ് പിടിച്ചെഴുന്നേറ്റ് വീഴുന്നൊരു പരുവാണ്. അതുകൊണ്ട് എപ്പോഴും ഒരാളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. ഇനി മുളക് പൊടി ചേർത്തിട്ട് ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാരണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ കുക്കറിൽ വേവിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ മുറ്റിയതാണെങ്കിൽ മാത്രം കുക്കറിൽ വേവിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളിതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടുത്തെ ചിക്കനൊക്കെ നമ്മുടെ സ്വീഡനിൽ കിട്ടുന്ന ചിക്കനെ അപേക്ഷിച്ച് ഭയങ്കര വേവ് കൂടുതലാണ്, ഭയങ്കര കട്ടിയുമാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ നാരങ്ങാനീരൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് വിസിലടിച്ചെടുത്തത്. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് നമ്മളിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാല ഒന്ന് ഇളക്കിയിട്ട് ബാക്കി ചിക്കനും നമ്മളിതിലേക്ക് ചേർക്കാം. ചിക്കൻ പരുവത്തിന് വെന്ത് ഇരിക്കുന്ന ഒരു പരുവാണിത്. അപ്പോൾ ഒരുപാടങ്ങ് ഇളക്കി നമ്മൾ മസാലയിൽ പൊടിച്ച് കളയരുത്. ചിക്കൻ ഓൾറെഡി വെന്തിരിക്കുന്നത് കാരണം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒട്ട് സമയമൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇത്. കുക്കറിൽ വേവിച്ചിരിക്കുന്ന കാരണം ഭയങ്കര ഈസിയാണ്. പക്ഷേ നമ്മൾ മസാലയിൽ ഫ്രഷായിട്ട് ചിക്കൻ ചേർത്തിട്ട് വേവിക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. അപ്പോൾ അവസാനം ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എത്ര ഹാർഡായ ചിക്കനാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയുമാണ്. അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ സ്റ്റൈലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ഈ ഞായറാഴ്ച ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്